1+2+etc+100 ഇങ്ങനെയുള്ള മോഡലിലുള്ള കണക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം 100 വരെയുള്ളതാണ് വന്നു കഴിഞ്ഞാൽ 100ൻ്റെ പകുതി എഴുതുക 50, പിന്നെ ആ ഒരു 50 കൂടെ എടുത്ത് എഴുതുക. അതാണ് ഉത്തരം. 1+2+3+etc 10 വന്നെങ്കിൽ 10ൻ്റെ പകുതി 1+0 അങ്ങനെ വന്നാൽ 10, 100, 1000, 10000 അങ്ങനെ വന്നാൽ 10 വന്നെങ്കിൽ 10ൻ്റെ നേരെ പകുതി എഴുതുക. ഒരു തവണയും കൂടെ എഴുതുക. അത് 10ൻ്റെ നേരെ പകുതി 5 ഒരു തവണയും കൂടെ എഴുതുക. ഇവിടെ 100 വന്നാൽ ഇവിടെ 100ൻ്റെ പകുതി 50, പിന്നെ ഒരു 50 കൂടെ എഴുതുക. അപ്പോൾ 5050. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 1+2+3+etc 1000 വന്നതെങ്കിൽ 1000ൻ്റെ പകുതി എഴുതുക. ഒരു തവണയും കൂടെ 1000ൻ്റെ പകുതി എഴുതുക. 500 എഴുതി ഒരു തവണയും കൂടെ 500 എഴുതുക. ഈ മോഡലിലുള്ള കണക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ എണ്ണൽ സംഖ്യകളുടെ ചോദിച്ചെങ്കിൽ n×n+1 ഇപ്പോൾ 50 എണ്ണൽ സംഖ്യ n×n+1/2 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതി. n എണ്ണൽ സംഖ്യകളുടെ തുക. ഇനി അടുത്ത ചോദ്യം, ഈ മോഡലിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 1+2+3+etc 100 ആണെങ്കിൽ അതിൻ്റെ പകുതി എഴുതുക. അത് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. +10 വന്നെങ്കിൽ 10ൻ്റെ പകുതി എഴുതുക. ഒരു തവണയും കൂടെ 5 എടുത്ത് എഴുതുക. ഇവിടെ 1000 വന്നെങ്കിൽ 1000ൻ്റെ പകുതി 500, ഒരു തവണയും കൂടെ 500 എഴുതുക. ഇവിടെ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? അതായത് 15 അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് 1 0 1 2 3 etc ആണ് അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളെന്ന് പറഞ്ഞാൽ 0 × 1 × 2 × etc 14 വരെ വരും. ഒന്നും നോക്കാനില്ല. ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. കാരണം 0 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് മൊത്തം അങ്ങ് 0 ആകും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചിലപ്പോൾ അവർ തെറ്റിക്കാൻ എപ്പോഴും ചോദിച്ച് കാണാനുള്ള ചോദ്യമാണ്. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എല്ലാം ഇൻറ്റു ചെയ്യാൻ നിൽക്കണ്ട. അഖണ്ഡ സംഖ്യകൾ എന്ന് കേൾക്കുമ്പോഴേ ആദ്യത്തെ എന്ന് പറയുമ്പോൾ 0 1 2 3 etc ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം.